بسم الله الرحمن الرحيم ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب فسخرنا له الريح تجري بأمره رخاء حيث أصاب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1577 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38 അധ്യായമായ സൂറത്ത് സ്വാദിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب فسخرنا له الريح تجري بأمره رخاء حيث أصاب صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ തുടർച്ചയായിട്ട് സുലൈമാൻ അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാമിന് നൽകിയ ഉത്കൃഷ്ടനായ സുഹൃതവാനായ ഒരു പുത്രനായിരുന്നു. അക്കാര്യം ഖുർആൻ തൊട്ടുമുകളിൽ സൂചിപ്പിച്ച് നമ്മൾ കാണുകയുണ്ടായി. ദാവൂദ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 99 ആടുകളും പിന്നെ ഒരാൾക്ക് ഒരാടും ഉള്ള ആ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ ഈ വിവരണത്തിൽ നമ്മൾ പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഉമ്മ ആരായിരുന്നു എന്നതൊന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നില്ല. ബൈബിളിലെയും ബൈബിൾ അനുബന്ധ കഥകളിലെയും ഒക്കെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ മുസ്ലിങ്ങൾ ഖുർആന്റെ വിശദീകരണത്തിൽ പലപ്പോഴും അത്തരം വിശദാംശങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. അതേസമയത്ത് ബൈബിളിൽ പല ഘട്ടങ്ങളിലായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തെ വളരെയേറെ അപഹാസ്യമായി കാണിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളും, അത് നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെയുണ്ട്, അതുപോലെ ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുണ്ട്, അതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അതേപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ അവരുടെ പ്രവാചകന്മാർ എന്ന നിലക്കുള്ള ആ പദവിയോട് യോജിക്കാത്ത വിധത്തിലുള്ള പല പരാമർശങ്ങളും പല കഥകളായിട്ട് ബൈബിളിൽ ചേർക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സകല മാലിന്യങ്ങളും കളഞ്ഞുകൊണ്ട് തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അതേസമയത്ത് ഇവരൊക്കെയും തന്നെ പ്രവാചകന്മാർ ആയിരുന്നു എന്ന പോലെ തന്നെ സാധാരണ മനുഷ്യരുമായിരുന്നു. മനുഷ്യരെന്നുള്ള നിലക്ക് അവർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിൽ
അവർ അവരുടെ അബദ്ധങ്ങൾ തിരിച്ചറിയുകയും അള്ളാഹുവിലേക്ക് നിരന്തരമായി സമർപ്പണ ബോധത്തോടുകൂടി മടങ്ങുകയും ചെയ്യുകയും അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ വർദ്ധിതമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ ആയത്തിൽ, ഇന്നലെ വായിച്ച ആയത്തുകളിൽ നമ്മൾ സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വളരെ അനുഗ്രഹീതനായ ഒരു പുത്രനായിട്ടാണ് സൂചിപ്പിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ അടുക്കല് വലിയ ഉയർന്ന ഗുണങ്ങളുള്ള പ്രത്യേകമായ പരിശീലനം നൽകപ്പെട്ട കുതിരകൾ പ്രദർശിപ്പിക്കപ്പെട്ട കാര്യവും അദ്ദേഹം ആ കുതിരകളിൽ വളരെ ആകൃഷ്ടനായി അവയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവയെ തലോടുകയും അവയുടെ പെർഫോമൻസ്, അവയുടെ അതിവേഗതയിൽ കുതിച്ചോടാനുള്ള കഴിവ് പരീക്ഷിച്ചറിയുകയൊക്കെ ചെയ്ത സംഗതിയും അതിനെ തുടർന്ന് അവയെ തന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ അവയുടെ കാലുകളിലും കഴുത്തുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം തടവുകയൊക്കെ ചെയ്ത കാര്യം പരാമർശിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി. വ്യത്യസ്തമായ വിധത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഈ ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ തന്നെ വ്യാഖ്യാന പ്രയത്നം എന്നത് വളരെ സങ്കീർണമായിട്ട് അനുഭവപ്പെടുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആയാത്തുകൾ വരുന്നത്. അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയുണ്ടായ കാര്യം മുകളിൽ പറഞ്ഞല്ലോ. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിന്റെ സന്ദർഭത്തില് അത് തനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ബോധവാനാക്കലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്താപ വിവശനായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ റുക്കൂയിലും സുജൂദിലും ഒക്കെ ആയിട്ട് സ്വയം സമർപ്പിക്കുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്ത് അള്ളാഹു പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: വലഖദ് ഫതന്ന സുലൈമാന, തീർച്ചയായിട്ടും സുലൈമാനെയും നാം പരീക്ഷിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാമിനെ അള്ളാഹു ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയ കാര്യം മുകളിൽ പറയുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ ഇവിടെ വലഖദ് ഫതന്ന സുലൈമാന, സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി. വഅൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിന്റെ പീഠത്തില്, അദ്ദേഹത്തിന്റെ കസേരയിൽ നാം ഒരു ജഡം കൊണ്ടുവന്നിട്ടു. സുമ്മ അനാബ്, അതേ തുടർന്ന് അദ്ദേഹം മടങ്ങുകയുണ്ടായി. അള്ളാഹുവിലേക്ക് പശ്ചാത്താപം ഉള്ളവനായിക്കൊണ്ടും അതേപോലെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവനായിക്കൊണ്ടും അദ്ദേഹം മടങ്ങുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കുർസിയെ അദ്ദേഹത്തിന്റെ സിംഹാസനമായിട്ട്, അദ്ദേഹത്തിന്റെ രാജത്വത്തിന്റെ പ്രതീകമായിട്ട്, അധികാര പീഠമായിട്ട് മനസ്സിലാക്കാം. ആ സിംഹാസനത്തിലാണ്, അദ്ദേഹത്തിന്റെ ആ രാജപീഠത്തിലാണ് അള്ളാഹു ഒരു മൃതദേഹം, ഒരു ജഡം കൊണ്ടിട്ടത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ ജഡം കൊണ്ടിട്ടതിന്റെ സൂചന, അത് നൽകുന്ന അതിന്റെ അർത്ഥകൽപ്പന എന്താണ് എന്നതൊന്നും ഖുർആൻ വ്യക്താക്കുന്നില്ല. ഖുർആനിലെ മുത്തശാബിഹത്തായ ആയത്തുകളുടെ കൂട്ടത്തിൽ തന്നെ കാണേണ്ട ആയത്തുകളിൽ നമുക്ക് ഈ മുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ദാവൂദ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളും ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണവും കാണാൻ സാധിക്കും. ചില പശ്ചാത്തലങ്ങളൊക്കെ വെച്ചുകൊണ്ടും അതുപോലെ ബൈബിൾ സൂചനകളൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇത്തരം സംഗതികൾക്ക് വിശദീകരണം നൽകാൻ മുഫസ്സിറുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ പല ശ്രമങ്ങളും വളരെ ബാലിശമായതും അടിസ്ഥാനരഹിതമായതും ഒക്കെയാണ് എന്നതാണ് വസ്തുത. നമുക്ക് ഈ ആയത്തിലേക്ക് തിരിച്ചു വരാം. വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്.
നിശ്ചയമായിട്ടും സുലൈമാനെ നാം പരീക്ഷണത്തിന് വിധേയനാക്കി അദ്ദേഹത്തിന്റെ അധികാരപീഠത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പീഠത്തിൽ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ നാം ഒരു ജഡം കൊണ്ടിട്ടു. സുമ്മ അനാബ്, അതേ തുടർന്ന് അദ്ദേഹം മടങ്ങുകയുണ്ടായി, അള്ളാഹുവിലേക്ക് തിരികെ എത്തുകയുണ്ടായി. ഖാല, അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: റബ്ബി ഗഫിർലി, എന്റെ നാഥ നീ എനിക്ക് പുറത്തു തരണമേ. വഹബ്ലി മുൽക്കൻ, എനിക്ക് നീ ഒരു രാജത്വം, ഒരു അധികാരം തരണം. ആ അധികാരം എങ്ങനത്തേതാണ്? ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും ചേരുകയില്ലാത്ത, ഒരാൾക്കും ഭൂഷണമല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു രാജത്വമാണ്, ഒരു അധികാരമാണ് നീ എനിക്ക് നൽകേണ്ടത്. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് തനിക്ക് തന്റെ കാലശേഷം ഒരിക്കലും ഒരാൾക്കും തന്നെ അഭിലഷണീയമായിട്ടോ അഭികാമ്യമായിട്ടോ ചേർച്ചയുള്ളതായിട്ടോ കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രാജത്വം, അങ്ങനെയുള്ള ഒരു അധികാരം നീ എനിക്ക് നൽകണമേ എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻതൽ വഹാബ്, നീയാണ് ഏറ്റവും വലിയ ദാതാവ്, നീ തന്നെയാണ് ദാതാവ്. അൽ വഹാബ് എന്നാണ് ആ പ്രയോഗത്തിൽ തന്നെ അതിന്റെ ആ വലിയ വ്യാപ്തി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഇസ്മു തഫ്ലീൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം വളരെ നിരന്തരമായി ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ പരാമർശിക്കുമ്പോഴാണ് ഈ വസനിലുള്ള അറബി പദം ഉപയോഗിക്കുക. സാധാരണ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് സായിഖ് എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുക എന്നത് നിരന്തരമായി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സബ്വാഖ് എന്നാണ് പറയുക. അതുപോലെ ഉള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ പലയിടത്തും കാണാൻ കഴിയും. അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് 1-2 തവണ വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാണാം. അതിവിദഗ്ധനായ, അതിഭയങ്കരനായ, ജ്ഞാനിയായ സ്രഷ്ടാവാണ് അള്ളാഹു എന്ന അർത്ഥത്തിലാണ് അൽ ഖല്ലാഖ് അവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെയുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ. സാധാരണഗതിയിൽ വല്ല ഔദാര്യവുമോ അല്ലെങ്കിൽ സമ്മാനമോ ദാനമോ ഒക്കെ നൽകുന്ന ഒരാളെ പറയുന്ന വാഹിബ് എന്നായിരിക്കും അതിന്റെ അറബി ഭാഷയിലെ രൂപം. പക്ഷെ അതിന്റെ ഏറ്റവും ആധിക്യം കാണിക്കുന്ന ഒരു പ്രയോഗമാണ് അൽ വഹാബ്. അപ്പോ ഏറ്റവും നന്നായി നൽകുന്നവൻ, ഏറ്റവും ഏറെ നൽകുന്നവൻ, ഏറ്റവും വലിയ ദാതാവ് നീ തന്നെയാണ് എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നത്. എനിക്ക് ശേഷം മറ്റൊരാൾക്കും അഭിലഷണീയമായി തോന്നാത്ത, മറ്റൊരാൾക്കും ചേരാത്ത, മറ്റൊരാൾക്കും ഭൂഷണമല്ലാത്ത ഒരു രാജത്വം എനിക്ക് നൽകണം എന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാം ആവശ്യപ്പെട്ട ഒരു സംഗതി. അപ്പൊ രാജത്വത്തിന്റെ ആ ഗാംഭീര്യവും വ്യാപ്തിയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് ഒരു ചെറിയ ഭൂപ്രദേശത്തെ ആളുകളുടെ മേൽ നിയന്ത്രണം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ രാജനായിട്ട് അയാൾ പരിഗണിക്കപ്പെടുന്നു. ആ പ്രദേശത്തിന്റെ അധികാരി, ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ അയാളെ പരാമർശിക്കാം. അയാളുടെ അധികാര പരിധി വളരെ വ്യാപ്തിയുള്ളതാണെങ്കിൽ നമുക്ക് വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമ എന്നുള്ള നിലക്ക് ചക്രവർത്തി എന്നോ സമ്രാട്ട് എന്നോ അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ വിശേഷിപ്പിക്കാം. എന്നാൽ നമ്മുടെ ആലോചനയിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള പല ഫോഴ്സസിന്റെയും മേൽ നിയന്ത്രണമുള്ള ഒരാളാവുകയാണെങ്കിലോ, സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വിധത്തിലുള്ള പല അധികാരങ്ങളും, പല അസാധാരണമായ കഴിവുകൾ, കാറ്റുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതുപോലെ വിദൂര ദിക്കുകളിലേക്ക് സന്ദേശം അയക്കാനുള്ള സംവിധാനങ്ങൾ, പക്ഷികളെയും മൃഗങ്ങളെയും ജിന്നുകളെയും ഒക്കെ തനിക്ക് കീഴ്പ്പെടുത്തപ്പെട്ട വിധത്തിൽ ജിന്നുകളുടെ സേവനമൊക്കെ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അനുവദിച്ചു നൽകിയിരുന്ന കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരു ചക്രവർത്തി എന്ന നിലക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും ഒക്കെ അദ്ദേഹത്തിന്റെ അധികാര മേഖലയുടെയും അധികാര സാധ്യതകളുടെയും
വ്യാപ്തി വളരെ കൂടുതലായിരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് മുമ്പോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ശേഷമോ അങ്ങനെയുള്ള അധികാരങ്ങളോ സ്വാധീനമോ വ്യാപ്തിയുള്ള സ്വാധീന മേഖലയോ ഒന്നുമുള്ള ആരും ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു അധികാരം, അങ്ങനെയുള്ള ഒരു രാജ്യത്വം തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായി നൽകണം എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്. ഇത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് നിയോഗിച്ച പ്രവാചകൻ, അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ദൈവനിയുക്തമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ ഒരു രാജ്യത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ ഒക്കെയായ സുലൈമാൻ അലൈഹി ഇസ്ലാം ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായും ആ ദൗത്യ നിർവഹണത്തിന് അദ്ദേഹം ഏതൊരു ദർശനത്തിനും ആദർശത്തിനും ഒക്കെ വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ആ ആദർശത്തിന്റെയും ദർശനത്തിന്റെയും ഒക്കെ വ്യാപനം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം തേടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ വഹബലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും ഭൂഷണമല്ലാത്ത, ഒരാൾക്കും ചേരാത്ത, ഒരാൾക്കും അഭിലഷണീയമല്ലാത്ത ഒരു രാജ്യത്വം നീ എനിക്ക് നൽകണമേ എന്നാണ് ഇവിടെ സുലൈമാൻ അലൈഹിസ്ലാം ആവശ്യപ്പെടുന്നത്. ഇന്നക അൻതൽ വഹാബ്, നീയാണ് ഏറ്റവും ഗംഭീരനായ ദാതാവ്. നിന്നെപ്പോലെ നൽകാൻ കഴിയുന്ന ഒരാളും തന്നെ ഇല്ല. നീയാണ് അതിന്റെ അവസാന വാക്ക്. നീ അൽ വഹാബാണ്. അൽ വഹാബ് എന്ന നിലക്കാണ് അള്ളാഹു ഇവിടെ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹിസ്ലാം പറയുന്നത്. ഇന്നക അൻതൽ വഹാബ് ഫസഖർനാ ലഹു റീഹ. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നത് ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ പ്രാർത്ഥന സ്വീകരിച്ച വിധത്തിലാണ് അള്ളാഹു അതിനുള്ള പ്രതികരണമായിട്ട് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫസഖർനാ ലഹു, നാം അദ്ദേഹത്തിന് അതേ തുടർന്ന് വിധേയപ്പെടുത്തി കൊടുത്തു. റീഹ, കാറ്റിനെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ കാറ്റിനെ പല ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാധ്യത അദ്ദേഹത്തിന് നാം തുറന്നു കൊടുത്തു. ഫസഖർനാ ലഹു റീഹ, എങ്ങനെയുള്ള കാറ്റാണ്? തജ്രീബി അംരിഹി, അത് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നു. റുഹാഅൻ, മൃദുലതയുള്ള ഒരു കാറ്റ് എന്നുള്ള നിലക്ക്, നിയന്ത്രണ വിധേയമായ ഒരു കാറ്റ് എന്ന നിലക്ക്. ഹൈസു അസാബ്, അദ്ദേഹം അതിനെ എങ്ങോട്ട് തിരിച്ചുവിടാനാണോ ഉദ്ദേശിച്ചത് ആ ദിശയിലേക്ക് എന്ന് പറഞ്ഞ കാറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കപ്പലുകളെ ഉദ്ദേശിച്ച ദിശകളിലേക്ക് തിരിച്ചുവിടാൻ, അവയെ കടലിൽ സഞ്ചരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. കാറ്റ് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലൊക്കെ കടൽ യാത്ര പൂർണ്ണമായിട്ടും കാറ്റിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതായിരുന്നല്ലോ. അപ്പൊ കാറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ വീശിക്കൊണ്ടിരിക്കുന്നത് ആ ദിശയിലൂടെ നീങ്ങി മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ചലിക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ കാറ്റ് നമ്മൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് നേരിട്ട് കപ്പലിനെ ചലിപ്പിക്കുന്ന വിധത്തിലുള്ളതല്ലെങ്കിൽ ഒരുപാട് ദീർഘമായ ഒരു അകലം തന്നെ കാറ്റിന്റെ ദിശയിൽ അങ്ങനെ ചലിച്ചു പോയിട്ട് വേണ്ടി വരും ഈ കപ്പലിന് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിയാൻ, അതിന്റെ ദിശ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തില് തിരിച്ചു വെക്കാൻ. അത് കാറ്റിന്റെ ഗതി അനുസരിച്ച് മാത്രമേ ചലിക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടുള്ള ഒരു ആ കാലഘട്ടത്തില് കപ്പൽ സഞ്ചാരത്തിന്, കടലിലുള്ള സഞ്ചാരത്തിന് ഉണ്ടായിരുന്ന വലിയൊരു പരിമിതിയാണ്. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാമിന് കാറ്റിനെ അദ്ദേഹം ഉദ്ദേശിച്ച ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന സാധ്യത അള്ളാഹു തുറന്നു കൊടുക്കുകയുണ്ടായി എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. മറ്റിടത്ത് ഈ കാര്യം വിശുദ്ധ ഖുർആനിൽ വേറെയും ചിലയിടത്തൊക്കെ പരാമർശിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് കാറ്റിനെ രീഹുൻ ആസിഫത്തുൻ എന്നുള്ള നിലക്ക് പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അതിശക്തമായി അടിച്ചു വീശുന്ന കാറ്റ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അവിടെ അതിശക്തമായിട്ട് ചലിക്കാൻ സാധിക്കുന്ന
കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ നിയന്ത്രണ വിധേയമായ റുഹാ ആയ കാറ്റാണ്, മൃദുലമായി വീശുന്ന കാറ്റാണ്. രണ്ട് സാധ്യതകളും സുലൈമാൻ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരുന്നു എന്നാണ് അത് നൽകുന്ന സൂചന. ആസിഫത്തായിട്ട് വേണ്ടി വന്നപ്പോ അങ്ങനെയും റുഹ ആയിട്ട് വേണ്ടി വന്നപ്പോ അങ്ങനെയും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫസഖർനാ ലഹു, അതാണ് ഈ പറഞ്ഞ ഈ പ്രയോഗത്തിന്റെ അർത്ഥസൂചന എന്ന് മനസ്സിലാക്കാം. ഫസഖർനാ ലഹു, അദ്ദേഹത്തിനായിട്ട് നാം വിധേയപ്പെടുത്തി കൊടുത്തു അരീഹ, കാറ്റിനെ, തജ്രീബി അംരിഹി, നമ്മുടെ കൽപ്പന പ്രകാരം അത്, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അത് സഞ്ചരിക്കുന്നു. റുഹാൻ, ഒരു മൃദുലതയുള്ള കാറ്റ് എന്ന നിലക്ക്. ഹൈസു അസ്വാബ്, എങ്ങോട്ടാണോ അദ്ദേഹം അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം അതിനെ കൽപ്പിക്കുന്നത്, ആ ദിശയിലേക്ക് നിയന്ത്രണ വിധേയമായിക്കൊണ്ട് ചലിക്കുന്ന കാറ്റായിട്ട് അത് നീങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കപ്പൽ നിയന്ത്രണ വിധേയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ കപ്പലുകളുടെ സഞ്ചാരത്തിനൊക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള കാറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം. അപ്പോ അതല്ലാത്ത അതിശക്തമായിട്ട് അടിച്ചു വീശുന്ന വളരെ വിനാശകാരിയായ കാറ്റിന്റെ അവസ്ഥയിൽ അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പ്രയോഗവും ഖുർആനിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കാറ്റിനെ വിധേയമാക്കി കൊടുത്ത സംബന്ധമായിട്ട് പറയുന്നിടത്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആസിഫത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള അതിശക്തമായി അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു പ്രതിഭാസം. അപ്പോ ഇത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഈ വിശിഷ്ടമായ ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു കഴിവ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായത് അദ്ദേഹം തന്റെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയ സന്ദർഭത്തിലാണ്. നേരത്തെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധം തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത കാണിച്ചപ്പോഴാണ് അള്ളാഹു ആ തൗബ സ്വീകരിച്ചു എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന വിധത്തിലും അദ്ദേഹത്തിനുള്ള വലിയ അംഗീകാരം എന്ന നിലക്കൊക്കെയായിട്ട് വലിയ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ചൊരിഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും കാറ്റിനെ അദ്ദേഹത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഒരു തിരിച്ചറിവോടുകൂടി അദ്ദേഹം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയതിനെ തുടർന്നായിട്ടാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഇനി നമ്മൾ ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലോ അധികാരപീഠത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലോ ഒരു ജസദ്, ഒരു മൃതദേഹം, ഒരു ശരീരം കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥസൂചന എന്താണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മുഫസ്സിറുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിട്ട് ദീർഘകാലം നിലനിന്നിരുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നമ്മൾ ഈ ആയത്തുകളിൽ കാണുന്നത്. എന്താണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പീഠത്തില് അള്ളാഹു ഒരു ജസദ് കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞതിന്റെ സൂചന എന്നാണ് അവര് പല സാധ്യതകളും വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവം? എന്തായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം അകപ്പെട്ട ആ പരീക്ഷണം? അതിന്റെ ജഡം എന്ന പ്രയോഗം, ജസദ് എന്ന പ്രയോഗം നൽകുന്ന സൂചന എന്താണ്? തുടങ്ങിയിട്ടുള്ള ഏതു വിധത്തിലുള്ള പശ്ചാത്താപമാണ്, ഏതു വിധത്തിലുള്ള തിരിച്ചറിവാണ് ആ സംഭവത്തിലൂടെ സുലൈമാൻ അലൈഹി ഇസ്ലാം നേടുകയുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് ചരിത്ര സ്രോതസ്സുകളോ അല്ലെങ്കിൽ ഖുർആൻ നൽകിയ സൂചനകൾ വെച്ചുകൊണ്ട് ചില വിലയിരുത്തൽ നടത്തുകയോ ഒക്കെ സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യ തലമുറ മുഫസ്സിറുകൾക്ക് ഈ കാര്യത്തിൽ വളരെ ബാലിശമായ, വളരെ സാധ്യതയില്ലാത്തതായ പല അനുമാനങ്ങളും ഇത് സംബന്ധമായിട്ട് നടത്തേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും വളരെ ഇല്ലോജിക്കലായിട്ട്, യുക്തിരഹിതമായ വിശദീകരണങ്ങളായിട്ട് അവയെ കാണാൻ പറ്റും. ഞാൻ അവയിൽ ചിലതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എന്നിട്ട് അതിനെ തുടർന്ന് ആധുനിക കാലത്തെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്, ഈ ജസദ് എന്ന പ്രയോഗത്തിനൊക്കെ
നൽകിയിട്ടുള്ള വിശദീകരണം എന്തുമാത്രം സ്വീകാര്യമാവാനിടയുണ്ട് എന്നതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിൽ ഈ വ്യാഖ്യാനങ്ങളിൽ ഒന്ന്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ പത്നിമാരിൽ ഒരാള് 40 നാള് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളായി മാറി. സുലൈമാൻ അലൈഹി ഇസ്ലാം അത് അറിയാതെ പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലക്കൊണ്ടിരുന്ന ആദർശ ജീവിതത്തിന്റെ ചൈതന്യമില്ലാത്തൊരവസ്ഥയായി എന്നൊക്കെയുള്ള ഒരു വിശദീകരണം കാണാം. ഇതൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഊഹങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പറച്ചിലാണ് എന്നത് ആദ്യം നമ്മൾ മനസ്സിൽ കോറിയിടണം. മറ്റൊരു വിശദീകരണം, ഒരു പിശാച്, ഒരു ശൈത്താൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സിംഹാസനത്തില് അദ്ദേഹമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ 40 നാള് വാണു എന്നതാണ് ഒരു വിശദീകരണം. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ ദൈവികമായ മുഅ്ജിസത്തുകൾ നടത്താൻ അദ്ദേഹത്തിനെ സഹായിച്ചിരുന്ന വിധത്തിലുള്ള അദ്ദേഹം കാണിച്ച അത്ഭുത കൃത്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരം അണിഞ്ഞ നേരത്താണ് അദ്ദേഹത്തിന് സാധിച്ചിരുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മോതിരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അങ്ങനെ അതേ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഈ മൊയ്ജിസാത്തുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ സിംഹാസനം വിട്ടിറങ്ങി. അദ്ദേഹം വലിയ ദുഃഖത്തിലും അതുപോലെ ഏകാന്തതയിലൊക്കെ ആയിട്ട് കഴിച്ചുകൂട്ടി. ആ സന്ദർഭത്തിൽ 40 നാളുകൾ ഒരു പിശാച് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയും ആളുകളെ താൻ സുലൈമാൻ അലൈഹി ഇസ്ലാമാണ് എന്ന വിധത്തിൽ കൺവിൻസ് ചെയ്യിക്കുകയൊക്കെ ചെയ്തു. അപ്പോ കൂട്ടത്തിൽ ചിലർക്ക് സംശയം തോന്നി. അവര് ആ പിശാചിന്റെ മുന്നിൽ തൗറാത്ത് തുറന്നു വെച്ചു. തൗറാത്തിന്റെ വാചകങ്ങൾ അല്ലെങ്കിൽ തൗറാത്ത് തുറന്നു വെച്ചതോടുകൂടി പിശാചിന് അവിടുന്ന് സ്ഥലം വിട്ട് ഓടിപ്പോവേണ്ടി വന്നു. അങ്ങനെ പിശാച് ഓടിപ്പോകുന്നതിനിടക്ക് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആ മോതിരം അദ്ദേഹം ഈ പിശാച് തട്ടിയെടുത്തതായിരുന്നു എന്നുള്ള നിലക്ക് അത് ആ പിശാച് ഒരു കടലിലേക്ക് എറിയുകയുണ്ടായി. കടലിലൊരു മത്സ്യം അത് വിഴുങ്ങി. ആ മത്സ്യം പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തില് ആരോ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുന്ന ആവശ്യത്തിനോ മറ്റോ അവിടെ എത്തിച്ചു. അങ്ങനെ അതിനെ പാകം ചെയ്യുന്നതിന് വേണ്ടി മുറിച്ച ഘട്ടത്തിലാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ആ മോതിരം തിരിച്ചു കിട്ടുന്നതും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഈ മുഅ്ജിസത്തുകളും അദ്ദേഹത്തിന്റെ അധികാരവും അതുപോലെ ജിന്നുകളെയൊക്കെ അദ്ദേഹത്തിന് സേവകരാക്കി പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്ന കഴിവൊക്കെ തിരികെ കിട്ടുന്നത് എന്നൊക്കെയുള്ള വിധത്തിലുള്ള ഒരു കഥ. ഇതാണ് മറ്റൊരു വിശദീകരണം. ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ കാര്യങ്ങളാണ് എന്നത് മനസ്സിലാവും. കാരണം ഒരു പ്രവാചകന്റെയും മുഅ്ജിസത്ത് അങ്ങനെ ഒരു മോതിരം കയ്യിലുള്ളപ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല. അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ദൈവിക യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഇച്ഛയാൽ പ്രവർത്തനക്ഷമമാവുന്ന ഒരു കാര്യമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതൊരു മോതിരം കയ്യിൽ അണിയുമ്പോൾ ഒരു മാന്ത്രികന് ചിലതൊക്കെ കാണിക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു കാര്യമേ അല്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ വിവാഹശേഷം 20 വർഷമോ മറ്റോ പിന്നിട്ട ഘട്ടത്തിൽ ഒരു ആൺകുഞ്ഞുണ്ടായി. ആ ആൺകുഞ്ഞിന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ തുടർച്ചയായി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ അയാൾക്കും കൂടി തങ്ങൾ അടിമകളാകേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഷയാത്തീൻമാര് അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ചില സൃഷ്ടികൾ, അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അങ്ങനെ നിർബന്ധിതമായി സേവനം ചെയ്യേണ്ടി വന്ന അവസ്ഥയിൽ അവർക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്തോടു കൂടി തന്നെയും അത് അവസാനിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിനെ അധികാര തുടർച്ച കുഞ്ഞിലൂടെ ഉണ്ടാകും, അവർക്കും അയാൾക്കും സേവനം ചെയ്യേണ്ടി വരും എന്നൊക്കെ കരുതി ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു. അത് സുലൈമാൻ അലൈഹി ഇസ്ലാം അറിഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ മേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു, മേഘങ്ങളുടെ സംരക്ഷണത്തിലാക്കി. ഇത് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിന് പകരം മേഘങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഒരു നടപടിയായി പോയി. അതിന്റെ ശിക്ഷ എന്നുള്ള നിലക്ക് അള്ളാഹു
അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഈ കുഞ്ഞിന്റെ ജഡം കൊണ്ടുപോയിട്ടു എന്നൊക്കെയുള്ളതാണ് മറ്റൊരു കഥ. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് സുലൈമാൻ അലി ഇസ്ലാമിന്റെ സിംഹാസനത്തില് ഒരു ജഡം അള്ളാഹു കൊണ്ടുപോയിട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നതിനെ കുറിച്ചുള്ള പല ഭാവന പരമായിട്ടുള്ള ആലോചനകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇത്തരം സംഗതികൾ. മറ്റൊരു കഥ, സുലൈമാൻ അലൈഹിസ്സലാം തനിക്ക് യോഗ്യരായ 70 എല്ലാ നിലക്കും യോഗ്യരായ 70 ആൺമക്കൾ ഉണ്ടാകണം എന്ന് കരുതി അദ്ദേഹം തന്റെ പത്നിമാരുടെ അടുക്കല്, അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ 70 പത്നിമാരുണ്ടായിരുന്നു, ആ പത്നിമാരെയൊക്കെയും സമീപിച്ചു ഒരു രാത്രി തന്നെ. എന്നിട്ട് അവരിലൊക്കെയും ഓരോ ആൺകുഞ്ഞ് ഉണ്ടാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ ഒരു കുഞ്ഞു മാത്രമാണ് അതില് ഒരു സ്ത്രീ മാത്രമാണ്, ഒരു പത്നി മാത്രമാണ് ഗർഭം ധരിച്ചത്. ആ സ്ത്രീ, ആ പത്നി ജന്മം നൽകിയത് ഒരു ചാപ്പിള്ളയായ കുട്ടിയെയാണ്. ആ വയറ്റാട്ടി ആ കുഞ്ഞിന്റെ ജഡം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നതാണ് ഇതിനുള്ള വിശദീകരണമായിട്ട് വേറെ ചിലര് നൽകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കഥകളൊക്കെ ധാരാളം സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഖുർആന്റെ പരാമർശത്തിന് ഓരോരുത്തരുടെയും ഭാവനക്ക് ചേരുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളായിട്ട് നൽകപ്പെടുന്നത് തഫ്സീറുകളിൽ കാണാൻ കഴിയും. അതുപോലെ ഇമാം റാസി നൽകിയിട്ടുള്ള ഒരു വിശദീകരണം, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വളരെ കഠിനമായ ഒരു രോഗം പിടിപെട്ടു, അദ്ദേഹം എല്ലും തോലുമായി അങ്ങനെ സിംഹാസനത്തിൽ ഒരു ജഡം എന്ന അവസ്ഥയിലായി മാറി എന്നൊരു വിശദീകരണവും കാണാൻ കഴിയും. അപ്പൊ ഇതൊന്നും തന്നെ യുക്തിക്ക് നിരക്കുന്ന വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വലിയ പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നതിന് കാരണമായ ഒരു സംഭവമോ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നതാണ് പൊതുവായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോ ഒരു മുഫസ്സിർ ഈ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനം ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ആയത്താണ് ഇത് എന്നൊക്കെയാണ്. അപ്പോ ആധുനികരായ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് നൽകുന്ന മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ്. സുലൈമാൻ അലൈഹിസ്സലാം തന്റെ അധികാര തുടർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവിക ദൗത്യം നിർവഹിച്ചുകൊണ്ടുള്ള ജനങ്ങളെ ഭരിക്കുന്ന അദ്ദേഹം നിർവഹിച്ചിരുന്ന ആ ദൗത്യം, അതിന്റെ തുടർച്ചയായിട്ട് അത് ഏറ്റെടുത്ത് അത് നിർവഹിക്കാൻ തന്റെ സന്താനങ്ങളിലൂടെ തന്നെ ഭാഗ്യമുണ്ടാക്കണമേ, ആ രാജത്വം തന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവേണമേ എന്ന് ആഗ്രഹിക്കുകയുണ്ടായി. അത് പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുണ്ടായില്ല, മറിച്ച് അള്ളാഹു അദ്ദേഹത്തിന് മറ്റൊരു സാധ്യത സംഭവിക്കാനിടയുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ എന്നാണ് ആധുനികരായ ചില പണ്ഡിതന്മാര് അതിനെ വിശദീകരിക്കുന്നത്. അത് പ്രകാരം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സിംഹാസനത്തിൽ ഒരു ജഡം കൊണ്ടിട്ടു എന്ന് പറയുമ്പോൾ ഏത് ഒരാളും രണ്ട് എൻറ്റിറ്റീസ് ചേർന്നുകൊണ്ടാണ് ഒരു വ്യക്തി നിലനിൽക്കുന്നത്. ഒന്ന് ശരീരമാണ്, മറ്റത് ആത്മാവാണ്. ഈ ആത്മാവിനാണ് ചൈതന്യവും കരുത്തും ശക്തിയും അതുപോലെ വലിയ ദൗത്യ നിർവഹണ സാധ്യത പോലെയുള്ള ആലോചനയും ചിന്തയും ഒക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക, ശരീരവുമായിട്ടല്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചയായിട്ട് വരുന്ന ഒരാള് ആ സുലൈമാൻ അലൈഹി ഇസ്ലാം അധികാരം കൈയാളിയിരുന്ന ആ സിംഹാസനത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയായിട്ട് വന്നു ചേരാൻ പോകുന്നത് ഒരു ജഡതുല്യമായ ഒരു വ്യക്തിയാണ് എന്നൊരു കാര്യം സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന് വലിയൊരു സാധ്യതയും ഉണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമാണ് ആ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായി അതിന്റെ സ്ഥാപകനായിട്ട് രംഗത്ത് വന്നത്. എന്നിട്ട്
ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും ഗംഭീരമായ ഭരണം നിർവഹിക്കുകയുണ്ടായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ അലൈഹി ഇസ്ലാം. എന്നാൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിലൂടെ തന്നെ ആ സിംഹാസനത്തിന്റെയും ആ രാജത്വത്തിന്റെയും ഒക്കെ പ്രതാപം അവസാനിക്കുകയാണ് എന്നതാണ് ഈ ജഡം സിംഹാസനത്തിൽ കൊണ്ടിട്ടു എന്നതിലൂടെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് എന്നതാണ് ആ വിശദീകരണം. സുലൈമാൻ അലൈഹി ഇസ്ലാം എന്റെ ഒരു പുത്രൻ റജുആം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റജുആം. ഈ റജുആമിനെയാണ് ഒരു തുടർച്ചക്കാരനായിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുമായിരുന്നതായി ഉണ്ടായിരുന്നത്. പക്ഷെ റജുആം ഒട്ടും യോഗ്യനായിട്ടുള്ള ഒരു ആളായിട്ടല്ല വളർന്നു വന്നപ്പോ. ഒന്നിനും കൊള്ളാത്ത ഒരു ഉപകാരത്തിനും പറ്റാത്ത ഒരാളായിട്ടാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മനസ്സിലായത്. അതിനാൽ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിനെ പിന്തുടർച്ചക്കാരനായിട്ട് നിശ്ചയിക്കാതെയാണ് മരിച്ചു പോകുന്നത്. ചരിത്രം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ ഭരണ തുടർച്ച നിർവഹിക്കുന്നതിന് വേണ്ടി അവിടുത്തെ നാട്ടിലെ പ്രമാണിമാര് ചേർന്ന് റജുആമിനെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ രാജാവായി വാഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ റജുആമിന്റെ കെടുകാര്യസ്ഥത കാരണമായി, അദ്ദേഹത്തിന്റെ കഴിവില്ലായ്ക കാരണമായിട്ടാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ രാഷ്ട്രം തന്നെ രണ്ടായി പിളർന്നു പോകുന്നത്. 10 കുലങ്ങൾ അല്ലെങ്കിൽ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഒരു വിഭാഗമായിട്ട് ഒരു ഇസ്രായേൽ രാജ്യവും അതുപോലെ 2 ഗോത്രങ്ങൾ മാത്രം അടങ്ങിയ ഒരു യഹൂദ രാജ്യവുമായിട്ട് ആ രാഷ്ട്രം പിളർന്നു പോവുകയും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും അതിനു മുമ്പ് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ കാലത്ത് അതിനുണ്ടായിരുന്ന പ്രതാപം ആ രാഷ്ട്രത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു എന്നതാണ് അതിനെ തുടർന്ന് ഉണ്ടാവുന്ന സംഭവവികാസങ്ങൾ. ചരിത്രത്തിൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മരണവേളയിൽ ആരെയും പിന്തുടർച്ചക്കാരനായി വസിയത്ത് ചെയ്യാതെ, അതിനുവേണ്ട ഏർപ്പാടൊന്നും ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതായിട്ട് ചരിത്രം സൂചിപ്പിക്കുന്നത്. തുടർന്ന് പ്രമാണിമാരാണ് ഈ റജുആമിനെ ഭരണാധികാരിയായിട്ട് തെരഞ്ഞെടുക്കുന്നതും അദ്ദേഹത്തെ അവരുടെ ചക്രവർത്തിയായിട്ട് വാഴിക്കുന്നതും ഒക്കെ. തുടർന്ന് ആ രാഷ്ട്രത്തിന് വലിയ പതനം ഉണ്ടാകുന്നു. അത് രണ്ടായി പിളരുന്നു. അവർക്കിടയിൽ തന്നെ ദീർഘകാലം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ ഇനഫീഷ്യന്റ് ആയ ഒരു ഭരണാധികാരിയായിട്ട് റജുആം ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞതാണ് അതിന് കാരണം എന്നാണ് നൽകപ്പെടുന്ന സൂചന. അപ്പൊ ഇവിടെ അള്ളാഹു പ്രതീകാത്മകമായിട്ട് ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സിംഹാസനത്തില് ഒരു ജഡം കൊണ്ടുവന്നിട്ട കാര്യം എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്റെ പിന്മുറക്കാരായി ഒരു ലോങ് ലൈന് തന്നെ പിന്മുറക്കാരായിട്ട് ആ രാജ്യത്തിന്റെ അധിപന്മാരും കാര്യങ്ങൾ കൈകാര്യകർത്താക്കളും ഒക്കെ ആയിട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു സിംഹാസനത്തിൽ ഒരു ജഡം പോലെയുള്ള ഒട്ടും എഫിഷ്യന്റ് അല്ലാത്ത, അതുപോലെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചൈതന്യവത്തായ ഇടപെടൽ നടത്താൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു എന്നതാണ് ഈ ദർശനത്തിലൂടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയുണ്ടായത് എന്ന ഒരു വിശദീകരണമാണ് ഇത് സംബന്ധമായിട്ട് നമുക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ആ കാര്യം ദർശിച്ചതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം തനിക്ക് ശേഷം അങ്ങനെ തന്റെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ അടുത്ത ആരെയെങ്കിലുമോ അധികാരമേൽപ്പിക്കുന്ന ആ ആഗ്രഹം ഉപേക്ഷിക്കുകയും തന്റെ ദൗത്യ നിർവഹണ കാലത്ത് ഏറ്റവും മികവുറ്റ ദൗത്യ നിർവഹണം നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി.
എനിക്ക് ശേഷം ഒരാൾക്കും ഭൂഷണമല്ലാത്ത വിധത്തിലുള്ള രാജ്യത്വവും അധികാരവും ഒക്കെ എനിക്ക് നീ നൽകണം എന്ന് പറയുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാം ഉദ്ദേശിച്ച ആ ലോകത്തിന്റെ ജനവാസമുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ അധികാരവും സ്വാധീനവും ഒക്കെ എത്തുന്ന വിധത്തില് ദൗത്യ നിർവഹണം സാധിക്കുന്ന ഒരു രാജ്യത്വമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് കാറ്റുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത കാര്യമൊക്കെ അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് ഈ ആയത്തുകളെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ചരിത്രപരമായി സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആ അധികാര കേന്ദ്രം അല്ലെങ്കിൽ ആ രാഷ്ട്രം അദ്ദേഹത്തോടെ തന്നെ അതിന്റെ എല്ലാ വിധത്തിലുള്ള മഹത്വവും ഗാംഭീര്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അത് രാഷ്ട്രം തന്നെ പിളർന്നു പോയി ഫലശൂന്യമായ ചില കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാര് നീങ്ങുകയുണ്ടായി എന്നതൊക്കെയാണ് ഈ ആയത്തുകളുടെ വിശദീകരണമായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ചില വിശദാംശങ്ങളായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം വളരെ നിയന്ത്രിതമായി മൃദുലമായി നീങ്ങുന്ന അദ്ദേഹം ആവശ്യപ്പെടുന്ന നിർദ്ദേശിക്കുന്ന ദിശയിലേക്ക് കാറ്റിന് തിരിച്ചുവിടാനൊക്കെ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയുണ്ടായി എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധികാര കാലഘട്ടത്തില് വിദൂരമായ നാടുകളിലേക്ക് വരെ അദ്ദേഹത്തിന് ദൗത്യ നിർവഹണത്തിന്റെ കാര്യവുമായിട്ട് അതുമായി ബന്ധപ്പെട്ട സംഗതികളുമായിട്ട് നീങ്ങാൻ സാധിച്ചിരുന്നു എന്നതാണ് ഈ വിവരണം വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.